എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ജനപ്രതിനിധികളെ നമ്മൾ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നതെന്ന്, ഈ തിരഞ്ഞെടുക്കുന്ന പൊതുജനവും തിരഞ്ഞെടുക്കപ്പെടുന്നവർ അവർ എന്തിനാണ് ജനത്തിൻ്റെ മുമ്പിൽ നിന്നതെന്നും, എന്താണ് അവർ നിന്നതിൽ നിന്ന് ജനം അവരെ തിരഞ്ഞെടുത്തപ്പോൾ അവർ ജനത്തിന് തിരിച്ചു കൊടുക്കേണ്ടതെന്നും അവരും ഒന്ന് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ രണ്ടു കൂട്ടരും ചിന്തിച്ച് ചില ഉറപ്പുകൾ എടുക്കേണ്ട ഒരു കാലഘട്ടമായി എന്ന് വേണം നമുക്ക് ചിന്തിക്കാം. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചെറുപ്പക്കാരന് ഒരു ദീർഘമായൊരു വോയിസ് ക്ലിപ്പ് ഇട്ടതിനകത്തുനിന്നാണ് സത്യം പറഞ്ഞാൽ ഞാനും ഇത്ര ഗൗരവമായിട്ട് ചിന്തിക്കുന്നത്. പഞ്ചായത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിൽ, ജില്ലാ പഞ്ചായത്തിൽ, നിയമസഭയിൽ, ഞാൻ നമ്മുടെ ഇവിടുത്തെ സംസ്ഥാനത്തെ കാര്യമാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ലോക്സഭയിലേക്കുള്ള എം പിമാരെയും കൂട്ടിക്കോ. അങ്ങനെ കൂട്ടുമ്പോൾ ഈ ജനപ്രതിനിധികൾ എന്തിനാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ, ഈ പഞ്ചായത്ത് തലത്തിലുള്ള ആളുകൾ അവരുടെ വാർഡിലുള്ളതും അല്ലെങ്കിൽ അറിയാവുന്നവരുടെ അടക്കിനും കല്യാണത്തിനും ഒക്കെ പോകുന്നതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും. പക്ഷേ ഇന്നത്തെ എം എൽ എമാർ നല്ലൊരു ശതമാനവും മരണസ്ഥലത്ത് കയറി ഇറങ്ങാനും, ഉദ്ഘാടന സ്ഥലത്ത് കയറി ഇറങ്ങാനും, പണക്കാരുടെ കല്യാണത്തിന് പോകാനും, പ്രസവ ആവശ്യങ്ങൾക്ക് ആശുപത്രി കൂടെ കയറി ഇറങ്ങി നടക്കാനും, പ്രതികളെ സംരക്ഷിക്കാനും, പോലീസ് സ്റ്റേഷനിൽ പോകാനും, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ ഇവരെ കൂടുതലും കാണുന്നത്. ഇവർക്ക് മുന്നിലോട്ട് വരുന്ന കാര്യങ്ങൾ ദീർഘമായിട്ട് കാണാനോ, അല്ലെങ്കിൽ ഇവർക്ക് ഒരു ജനം എന്തിനാണ് ഇവരെ തിരഞ്ഞെടുത്തതെന്നൊന്നും ഉള്ള ഒരു ഉദ്ദേശവും ഒരു ധാരണയും അവർക്കില്ലെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ സാധാരണ നമ്മൾ ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ എല്ലാം കാണുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്താണ്. ഇത് പകൽ സമയങ്ങളിൽ. ഇനി ഇത് കഴിഞ്ഞാലോ, പരസ്യമായോ രഹസ്യമായോ എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കുക, സൂഹിക്കുക, അടുത്ത പ്രാവശ്യം ഈ മണ്ഡലം കൈവിട്ടു പോകാതെ എന്തെങ്കിലും കുതന്ത്രങ്ങളിലൂടെ ഇത് തിരിച്ചെടുക്കുക. ഇതൊക്കെയാണ് സത്യത്തിൽ ഇപ്പോൾ കാണുന്നത്. എന്നാൽ അവരുടെ ജോലി എന്താണ്, എന്തായിരിക്കണമെന്ന് എനിക്ക് ആ ക്ലിപ്പ് അയച്ച യുവാവ് വളരെ കൃത്യതയോടെ പറഞ്ഞു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മളും ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന്, തങ്ങളുടെ മണ്ഡലത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഓരോ ജനപ്രതിനിധികൾക്കും ഉണ്ടായിരിക്കണം. എത്ര ആളുണ്ട്, അവരുടെ ആവറേജ് സാഹചര്യങ്ങൾ എങ്ങനെയാണ്, എത്ര പഞ്ചായത്തുകളുണ്ട്, വാർഡുകൾ എത്രയുണ്ട്, മെമ്പർമാർ എത്രയുണ്ട്, അങ്ങനെ പഞ്ചായത്തിനെക്കുറിച്ച് അല്ലെ പഞ്ചായത്തുകളെക്കുറിച്ച് തങ്ങളുടെ മണ്ഡലത്തിലുള്ള ആവറേജ് കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മിക്ക കാര്യങ്ങളെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണ ഒരു എം എൽ എക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കാണേലും, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്കാണേലും, പഞ്ചായത്ത് മെമ്പർക്കാണെങ്കിലും യഥാർത്ഥത്തിലാണ് അവർ ജനത്തിനെ സേവിക്കാൻ നിൽക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ വാർഡിനെക്കുറിച്ചും അവരുടെ മണ്ഡലത്തിനെക്കുറിച്ചും വ്യക്തമായ ഒരു സാഹചര്യം ഉണ്ടാവണം. രണ്ടാമത്, ആ മണ്ഡലത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട്, ഇപ്പോൾ ഉണ്ട്, ഇനി പൊതുജനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്തൊക്കെ വേണമെന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യം, ആ യുവാവ് പറഞ്ഞ ക്ലിപ്പിനകത്ത് പറഞ്ഞ ഒരു പ്രധാന കാര്യമാണ്, ഈ ഡൽഹിയിലേക്ക് എം പി ആയിട്ട്, ലോക്സഭാ എം പിയോ രാജ്യസഭാ എം പി ആയിട്ട് പോകാൻ മത്സരിക്കുന്നവർ അവരൊരു കാര്യം തീരുമാനിക്കണം. ഫ്ലുവൻ്റായ ഇംഗ്ലീഷ് ഉണ്ടോ, ഫ്ലുവൻ്റായ ഹിന്ദി ഉണ്ടോ? ഇത് രണ്ടും ഇല്ലാതെ ഡൽഹിയിലോട്ട് പോയിട്ട് കാര്യമില്ല. എന്നിട്ട് ഒന്ന് രണ്ട് പേരുടെ പേരും പുള്ളി പറഞ്ഞു. ഞാനിപ്പോൾ പരസ്യമായിട്ട് ആ പേര് പറയുന്നില്ല. ഡൽഹി പോയി കിടന്ന് മെഴുകുന്നത് കണ്ടില്ലെന്നാണ് ചോദിക്കുന്നത്. ലോകത്തിൻ്റെ മുന്നേ മുഴുവൻ ബപ്പപ്പ വെച്ച് കഴിഞ്ഞാൽ ഇത് കിടന്ന് പെടാപ്പാട് പെടുക. അതുകൊണ്ട് എം പി സീറ്റ് കിട്ടുമ്പോൾ ഡൽഹിയിൽ 5 കൊല്ലം സൂഹിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെടരുത്. അങ്ങനെയുള്ളവർ ചിന്തിക്കണം, എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല, അത്യാവശ്യം ഈസും പാസും പോരല്ലോ, അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കണ്ടേ. അങ്ങനെ എനിക്ക് അതിനുള്ള ബോധമില്ലെങ്കിൽ ആ യുവാവ് പറയാം, അങ്ങനെയുള്ളവർ ചുമ്മാ മനുഷ്യനെ നാറ്റിക്കാൻ വേണ്ടി ഡൽഹിക്ക് മത്സരിക്കരുത്. എന്നാൽ മത്സരിച്ചാൽ ജയിക്കുകയല്ലെന്ന് ഉറപ്പുള്ളവർക്കാണല്ലോ ഈ രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നത്. മത്സരിച്ചാൽ ജയിക്കുകയല്ലെന്ന് അവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ പാർട്ടി എങ്ങനെയെങ്കിലും ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നത്. ഈ രാജ്യസഭാ സീറ്റ് കിട്ടുന്നവരും മനസ്സിലാക്കണം, നിയമനിർമ്മാണ സഭയുടെ അടുത്ത ഭാഗമാണല്ലോ അത്. അതിനകത്തോട്ടൊക്കെ പോകുമ്പോൾ ഒന്നും അറിയാൻ മേലാത്തവർ ഇവിടുന്ന് അവിടെ പോയി ഇരുന്നാൽ 5 കൊല്ലത്തെ ശമ്പളം മേടിക്കാനും ചുമ്മാ സർക്കാർ ചെലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാമെന്നല്ലാതെ ഒരു പ്രയോജനം നാട്ടുകാർക്കുണ്ടാകുകയില്ല. എന്നാൽ പോകുന്നവരെങ്കിലും ഒരു നാണം വേണ്ടെന്ന് ആ യുവാവ് വളരെ ഡീസൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുന്നിലോട്ടെങ്കിലും തിരഞ്ഞെടുപ്പുകൾക്ക് സീറ്റ് കിട്ടുമ്പം ഒരുവിധ നാണം ഉണ്ടെങ്കിൽ ചിന്തിക്കണം.
ഭാഷയൊന്നും അറിയത്തില്ല ഈ പരിപാടിക്ക് നിൽക്കരുത്. ഇനി ഇന്ന് തങ്ങളുടെ മണ്ഡലത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വേണം, നാളത്തെ കാര്യത്തെക്കുറിച്ചൊരു ധാരണ വേണം, അത് കഴിഞ്ഞ് മുന്നോട്ട് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ വേണം. ഒന്നാമത് 85% പൊതുജനത്തിനും പോലീസ് സ്റ്റേഷനിലൊന്നും സാധാരണഗതി പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരു MLA യോ ഒരു MP യോ ഒന്നും പോലീസ് സ്റ്റേഷനിലോട്ടൊന്നും പോകേണ്ട, അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല. പൊതുജനത്തിൽ 85% ആളുകൾക്കും കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്നാണെന്നറിയോ, ആത്മീയത പഠിപ്പിക്കുന്ന മതങ്ങൾക്ക് അല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾക്ക് ലീഗൽ അഡ്വൈസറുണ്ട്. ആത്മീയത, മനുഷ്യനെ മര്യാദയ്ക്ക് നടക്കാൻ പഠിപ്പിക്കേണ്ട മതസ്ഥാപനങ്ങൾക്ക് ലീഗൽ അഡ്വൈസറുണ്ട്. പക്ഷേ ഈ താഴെ നടക്കുന്ന ആളുകൾക്ക് ലീഗൽ അഡ്വൈസറും ഇല്ല, ബാക്കി ഒന്നുമില്ല. 85% ജനങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് സ്വാഭാവികമായി ഈ ജനപ്രതിനിധികൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ആ യുവാവ് തന്നെ പറഞ്ഞ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇന്നത്തെ ജനപ്രതിനിധികളുടെ കാഴ്ചപ്പാട് സമൂലമായി മാറണം. അതായത് അവനവന് കട്ടെടുക്കാനും അതിനായി ഗുണ്ടകളെ സംരക്ഷിക്കാനും സൂഹിക്കാനും ഒന്നും ഉള്ളതല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്ര സേവനം. അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവർ ഇതിന് ഇറങ്ങി പുറപ്പെടല്ലേ മുന്നിലോട്ട്. കാരണം ഇത് ഒത്തിരി കാലം ഇതിങ്ങനെ മുന്നോട്ട് പോവില്ല. അടുത്ത തലമുറയുടെ മുമ്പിൽ ഈ നമ്പർ നടക്കുകയല്ല. ജനം ഏതാണ്ട് എല്ലാവരും തിരിച്ചറിഞ്ഞു. കക്കാനും വെട്ടിക്കാനും സൂഹിക്കാനും ഉള്ള ഒരു അവസ്ഥയായിട്ട് കണക്ക് കൂട്ടി മുന്നേ പ്ലാൻ ചെയ്ത് ഈ പരിപാടിക്കകത്തോട്ട് ഇറങ്ങരുത് എന്നാ യുവാവ് തീർത്തു പറഞ്ഞു. ജനത്തെ കേട്ടിട്ട് ചുമ്മാ സൂചിപ്പിക്കുന്ന മറുപടി പറയാനല്ല, ജനത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞ് പരിഹരിക്കാൻ മനസ്സുള്ളവരെ ഈ പണിക്ക് ഇറങ്ങാവൂ. എത്ര മനോഹരമായിട്ടാണ് ചെറുപ്പക്കാർ ആ അവരുടെ കാഴ്ചപ്പാടുകൾ പറയുന്നത്. ചുമ്മാ കേട്ട് സൂചിപ്പിക്കുന്ന വർത്തമാനം പറയാനല്ല. എന്നിട്ട് ഈ കോട്ടയം ജില്ലയിലെ ഒരു നേതാവിൻ്റെ പേരും പറഞ്ഞു. അറിയപ്പെടുന്ന നേതാവായിരുന്നു, അനേക വർഷം മന്ത്രിയായിട്ടിരുന്ന. എന്നെ ചോദിച്ചാലും സൂചിപ്പിച്ച് വിടുകയുള്ളൂ, വർത്തമാനം മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യല. അപ്പോൾ എന്നിട്ട് അങ്ങനെയുള്ള പേരും പറഞ്ഞിട്ട് വന്നു. ഞാനിപ്പോൾ പേര് പരസ്യമായിട്ട് പറയാതെ വിട്ടതാ. എന്നിട്ട് പുള്ളിക്കാരൻ പറയുക, അദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് ഞാൻ പലവട്ടം ചിന്തിച്ചു ഇതിനകത്തോട്ട് ചേർക്കാം, പക്ഷേ പലരുടെയും മുഖം വ്യക്തമായിട്ട് വെളി വരും. അന്നേരം അവർ പറയാ, കേട്ടിട്ട് ചുമ്മാ സൂപ്പിച്ച ഓക്കെ ചെയ്യാം എന്നും പറഞ്ഞ് പോയാൽ പോരാ. എന്നിട്ട് ആ മനുഷ്യൻ ഒരു ഉദാഹരണവും പറഞ്ഞു. അൽഫോൺസാമ്മയുടെ സ്റ്റാമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ സമീപിച്ചു. അങ്ങേര് വലിയ കാര്യം പറഞ്ഞു, ഇപ്പം ശരിയാക്കി തരാമെന്നൊക്കെ. പക്ഷേ ഒന്നും നടന്നില്ല. അവസാനം അത് കരുണാകരൻ, അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കരുണാകരനെ എങ്ങനെയോ പോയി കണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം നോക്കി നിന്നപ്പോൾ അത് ശരിയാക്കി കൊടുത്തു. പക്ഷേ സ്റ്റാമ്പ് ഇറങ്ങുന്ന ഉദ്ഘാടനത്തിന് ആദ്യം പറഞ്ഞു കളിപ്പിച്ച പുള്ളി മുന്നേ ചെന്നു. എങ്ങനെയുണ്ട് കളി? ഉദ്ഘാടനം വരുമ്പോൾ ഇവർ കാണും പേരെടുക്കാൻ. അപ്പോൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഈ ചെറുപ്പക്കാരൻ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ ഇന്നുകളിലും നാളുകളിലും ഒക്കെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് ജനപ്രതിനിധികൾ. ഈ നിയമത്തിൻ്റെ നൂലാമാലകൾ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും അത് നിയമത്തിൽ വെച്ചോണ്ടിരിക്കരുത്. ചട്ടങ്ങളും നിയമവും ചട്ടവും, ഈ ചട്ടം ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവരത് ചിന്തിക്കുന്നത് എങ്ങനെ ഇതിനകത്തുനിന്ന് 10 കാശ് ഉണ്ടാക്കാമെന്ന. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറയുക, ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറയുക, എന്നറിയാം, അദ്ദേഹം പറയുക, ഹോം സ്റ്റേ നടത്തണമെങ്കിൽ അവിടെ നിൽക്കുന്ന കെയറർക്ക് ടൈഫോയിഡ് ഇല്ലെന്നുള്ള സർട്ടിഫിക്കറ്റ്. പുള്ളി പറയുക, ഇത് എന്നാ മണ്ടൻ റൂളായത്? ടൈഫോയിഡ് ഇല്ലെന്ന് മാത്രം സർട്ടിഫിക്കറ്റ് മതിയോ? ബാക്കി രോഗങ്ങളൊന്നും ഇപ്പോൾ കേരളത്തിലില്ലേ? ചുമ്മാ ഒരുമാതിരി ഒരിതുമില്ലാത്ത മണ്ടൻ സംവിധാനങ്ങൾ. അവിടെ നിൽക്കുന്നവൻ ആരോഗ്യം വേണം, മാരക രോഗങ്ങളൊന്നും ഇല്ലെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഈ നൂലാമാലകൾ കൂടും തോറും ആളുകൾ ഈ പരിപാടിക്ക് നിൽക്കാതെ വരും. അതുകൊണ്ട് ഇതൊരു സേവനമാണെന്നും ഇത് സമ്പാദിക്കാനുള്ളതല്ല. ചിലർക്കൊക്കെ ഇതിപ്പം 100 തലമുറയ്ക്കുള്ളത് സമ്പാദിക്കാനുള്ളതാണെന്നാണ് ചിലർ ചിന്തിച്ചേക്കുന്നത്. അങ്ങനെയല്ലെന്നും ഇത് തങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പ്രൊഫഷണലായ ജോലിയാണ് ചെയ്യുന്നതെന്നും ആ ജോലി ചെയ്യാനാണ് ജനം ഏൽപ്പിച്ചതെന്നും. ഇപ്പോൾ ഒരു ബില്ല് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ അത് നിയമമാകുമ്പോൾ ചിലപ്പം 25 കൊല്ലം കഴിയുമ്പോഴായിരിക്കും ഇത് ദൂഷ്യമായിട്ട് വരുന്നത്. ഇത് ദൂഷ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ഭേദഗതി വരുത്തുകയൊക്കെ ചെയ്യേണ്ടതാണ്.
യഥാർത്ഥത്തിൽ ഈ ജനപ്രതിനിധികൾ ചെയ്യേണ്ടത്. ഈ ഭൂപതിവ് നിയമത്തിൻ്റെ നിയമം പ്രഖ്യാപിച്ചിട്ട് 2 വർഷം കണ്ട് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ചട്ടങ്ങളെല്ലാം കൂടെ വരുന്നത്. ഇപ്പം മനുഷ്യൻ കിടന്ന് വെടാപ്പാട് വിടുക ഓരോ കാര്യത്തിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ജനത്തിന് ഗുണകരമായ രീതിയിൽ പഠിച്ച് അത് പാസ്സാക്കി എടുക്കാനുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ നിയമസഭ, രാജ്യസഭ, ലോക്സഭ ഒക്കെ ആയ അവിടെയൊക്കെയുള്ള ജനപ്രതിനിധികൾ. താഴോട്ട് വരുന്നവർ ജനത്തിൻ്റെ ആഗ്രഹങ്ങൾ, ജനത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഗുണമായ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം. അല്ലാതെ ഈ മരണ വീട്ടിലും ഉദ്ഘാടന സ്ഥലത്തും ഈ കല്യാണ സ്ഥലത്തും പ്രസവ സ്ഥലത്തും ഈ പ്രതികളെ ഇറക്കാൻ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒന്നും കയറി ഇറങ്ങി നടക്കാനുള്ളതല്ല ജനം തിരഞ്ഞെടുത്ത ജനപ്രതിനിധി. ഈ പോലീസ് സ്റ്റേഷനിലും കോടതികളിലൊക്കെ കൂടുതൽ ആളുകളുടെ പുറകെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനം ചിന്തിക്കുന്നത് ഈ ഗുണ്ട ഇയാളുടെ ആളാണ്, സംരക്ഷിക്കാൻ ഇറങ്ങിയേക്കുക. ഈ 85% ജനത്തിനും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് അവർ തന്നെ ആകട്ടെ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം, അവരെ സേവിക്കുക എന്നുള്ളതാകട്ടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.